കൂട്ടുകാരെ, കുറ്റിച്ചെറുക്കാരൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയണേക്കാളും മുമ്പ് നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇവിടെ ഒരു കൂട്ടായ സഹകരണം എന്തോ പരിപാടി നടക്കുകയാണെന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ കുറ്റിച്ചിറ പുളിങ്കര പരിശുദ്ധ അമ്മയുടെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, പുതിയൊരു ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് പുളിങ്കര ഇടവകയിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ ജിജി കുന്നേൽ ഒരു പൈമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക ജനങ്ങളിലുള്ള ഇതിൽ സഹകരിക്കാൻ, ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ മനുഷ്യർക്കും ഈ കൂട്ടായ്മയിൽ ജോയിൻ്റ് ആവാം. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് ജിജച്ചൻ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സന്മനസ്സുള്ള, നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പൈമ എന്ന ഈ കൂട്ടായ്മ എല്ലാ മാസവും ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടി, ചെറിയ പരിപാടികളിലൂടെയാണ് നമ്മൾ ഈ പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് പൈസ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു ഭാഗം എല്ലാ മാസവും ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ച് ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പള്ളിയിലുള്ള ഇടവക ജനങ്ങളിലുള്ള ഈ പൈമ കൂട്ടായ്മയിലുള്ള എല്ലാവരും തന്നെ നല്ല മനസ്സുള്ള ആൾക്കാർ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഒരുപാട് വലിയ വലിയ ജോലിക്കാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ട്. അവർ എന്ത് ജോലിയൊന്നുമില്ല, സവോളത്തോണ്ട് വാരാന്ന് പറഞ്ഞാൽ അങ്ങനെ, പാത്രം കഴുകാന്ന് പറഞ്ഞാൽ അങ്ങനെ, അങ്ങനെ എല്ലാവിധ ജോലിയും ഒരേ മനസ്സോടുകൂടി കൂട്ടായി നിന്ന് ചെയ്യാനുള്ളൊരു കൂട്ടായ്മ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു മനസ്സ് തോന്നിയത്. ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ആരോടും 10 പൈസ ചോദിക്കാനായിട്ട് എന്തായാലും ഇടവക്കാർ തീരുമാനിച്ചിട്ടില്ല. പിന്നെ നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്നും ഇവർ പറയില്ല കേട്ടോ. ആരോടും അങ്ങനെ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതേമാതിരി ഒരു ചലഞ്ചൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, അത്ര മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇവർ പറഞ്ഞതും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹകരണത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി. അപ്പോൾ നല്ല മനസ്സുള്ള എല്ലാവരും ഇവരുടെ ഈ ചലഞ്ചുകൾ, ഇനിയും പല പല ചലഞ്ചുകൾ ഉണ്ടാവും, അതിലൊക്കെ ഒന്ന് സഹകരിക്കുക എന്നാണ് എനിക്ക് ഈ പുളിങ്കരക്കാർക്ക് വേണ്ടിയിട്ട്. ഞാനും ഒരു പുളിങ്കര ഇടവക്കാരനാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.